ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേർക്കും സ്വാഗതം. നമ്മളുടെ കൂടെ ഇന്ന് മെക്കാനിക്കൽ റിവ്യൂവിനുള്ളത് കിയ സോണറ്റാണ്. ഒരു 2024 ഓട്ടോമാറ്റിക് വാഹനമാണ്, ഡീസൽ വാഹനമാണ്. നമുക്ക് ഈ വാഹനത്തിന് ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഇത്തരത്തിലൊരു വാഹനം എടുക്കാൻ താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഓണറിനെ ഇത് പരിചയപ്പെടാം. ഓറിയൻ്റൽ അസോസിയേറ്റ് LLPയുടെ മാനേജിംഗ് പാർട്ണറാണ് മിസ്റ്റർ ഷമീർ. അപ്പം ഷമീർ ഭായ്, താങ്ക് യു ഈ ഒരു വാഹനം എടുത്തതിനും ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നതിനും. അപ്പം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് ഈ ഒരു സോണറ്റ് ഓട്ടോമാറ്റിക് ഗിയർ വരുന്ന ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു വാഹനം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത്, പുള്ളിക്കാരൻ 2-3 വാഹനത്തിന്റെ ഓണറായിരുന്നു. ഇപ്പം റീസെന്റ് പുതിയൊരു വാഹനം എടുത്തിരുന്നല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത്, ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്നുള്ളത്. ഈ വർഷത്തെ രണ്ടാമത്തെ വണ്ടിയാണ് എനിക്ക്. ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. 2024 മാർച്ചിൽ ഞാനത് ഡെലിവറി എടുത്തു. പക്ഷേ നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ, വണ്ടി ഡെലിവറി എടുത്ത അന്ന് മുതൽ നടുവേദനയാണ് പ്രശ്നം. അങ്ങനെ ആ വണ്ടിയുടെ സീറ്റ് മാക്സിമം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ അതൊട്ടും പറ്റാതെ വന്നപ്പോഴേക്കും ആ വണ്ടി ഒഴിവാക്കിയിട്ട് അടുത്ത അപ്ഡേഷനായിട്ടാണ് ഞാൻ കിയ സോണറ്റിലോട്ട് വന്നത്. ടൊയോട്ട ഗ്ലാൻസ്, അത് എത്ര കിലോമീറ്റർ ഉപയോഗിച്ചായിരുന്നു? ഞാനൊരു 7000 കിലോമീറ്റർ, ജസ്റ്റ് 7000 കിലോമീറ്റർ ഉപയോഗിച്ചിട്ട് ആ വണ്ടി കൊടുത്തു. ഈ നടുവേദന തന്നെയായിരുന്നു വിഷയം. ആ നടുവേദന മാത്രമാണ് അതിലുള്ളത്. ഇപ്പൊ നമ്മളതിൽ താറുണ്ട്, അത് കണക്ക് വെർണയുണ്ട്. ഈ വെർണയിലും താറിലും ഒന്നും ഈ നടുവേദന പ്രശ്നമില്ലായിരുന്നു. ആ പ്രശ്നമില്ല. ഇല്ലേ? അതെ, അത് പിന്നെ 6 എയർ ബാഗ് വരുന്ന മോഡലായിരുന്നു, ഫുൾ ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് സീറ്റ് നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പറ്റാത്ത കാര്യമായതുകൊണ്ട് വണ്ടി മാറ്റുക എന്നുള്ള രീതിയിലോട്ട് വരേണ്ടി അവസാനം ഗ്ലാൻസ് മാറ്റിയിട്ട് ഈ ഒരു കിയ സോണറ്റിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഈ സോണറ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? സോണറ്റ് എടുത്തിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. വേറെ നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. പിന്നെ മൈലേജ് ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലോട്ട് എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ പോകുന്നത് ടാക്സിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. നമ്മൾ പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ TCS എന്ന് പറഞ്ഞൊരു എമൗണ്ട് വാങ്ങിക്കും. നമ്മളത് എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടാക്സിന്റെ എമൗണ്ട് ആണെന്ന് പറയും. ഇത് എന്താണ് ആക്ച്വലി സംഭവം? ഈ TCS എന്ന് പറയുന്നത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയും. അതായത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് ഇൻകം ടാക്സിന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് TCS എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു ടാക്സ് അല്ല, ടാക്സ് എൻ്റെ അഡ്വാൻസ് ആണ്. അതായത് ആ എമൗണ്ട് കളക്ട് ചെയ്ത് ആ ഡീലർ ഇൻകം ടാക്സിന് കൊടുക്കുന്നു. TCS കളക്ട് ചെയ്യുന്നത് 10 ലക്ഷം രൂപ മുതൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന കാറുകൾക്ക്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ വാട്ടവർ ഏത് വണ്ടിയാണെങ്കിലും 10 ലക്ഷം രൂപയാണ് അതിൻ്റെ ബേസിക് ലിമിറ്റ്. 10 ലക്ഷം കഴിഞ്ഞ് 1% നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ഒരാളാണെങ്കിൽ ഈ എമൗണ്ട് ടാക്സ് പേയ്മെൻറ്റിലോട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ റീഫണ്ടായിട്ട് വാങ്ങാം. ഇനി ITR ഫയൽ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ലാപ്സായി പോകും, നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. നെക്സ്റ്റ് ഒരു കേസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിദേശത്ത് നിന്ന് NRI ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അവർ നാട്ടിൽ വന്ന് നല്ല രീതിയിലുള്ള വണ്ടിയൊക്കെ വാങ്ങിയിടും, ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഈ എമൗണ്ട് തിരിച്ച് ITR ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് അവർ അറിയാത്തത് കൊണ്ട്, NRI അല്ലേ, അപ്പോൾ അവർ ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ള ധാരണയിൽ ITR ഫയൽ ചെയ്യില്ല. സോ ഈ എമൗണ്ട് ലാപ്സായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇപ്പോൾ ഈ വർഷത്തെ ഇതാണെങ്കിൽ മാർച്ച് 31 വരെയുള്ള ITR ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും 31 ഡിസംബർ വരെ ചെറിയൊരു ഫൈനൂടെ ഈ റീഫണ്ടിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾ 10 ലക്ഷം രൂപയോ അതിൽ മുകളിലോട്ടോ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഒരു വാഹനം എടുക്കുകയോ എടുക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം ഷമീർ ഭായ് പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, അത്തരത്തിൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചോണം കേട്ടോ. അത് കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് കളയണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സോണറ്റിൽ നിന്ന് അടുത്ത് പരിചയപ്പെടാം. ഇതിൻ്റെ രൂപഭംഗി എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു സംഭവമാണ്. അതായത് കിയയുടെ ഏതൊരു വാഹനമാണെങ്കിലും, എയറോഡൈനാമിക് ഡിസൈൻ്റെ ബേസ് ആണെങ്കിലും, അത് കണക്കിന് വണ്ടിയുടെ കാഴ്ചയുടെ ഒരു ലുക്കിൻ്റെ ബേസ് ആണെങ്കിലും എപ്പോഴും അഡാറ് സാധനമായിരിക്കും. അപ്പം അത്തരത്തിൽ അഡാറ് സാധനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സോണറ്റിനെ വിശേഷിപ്പിക്കാം. ഡോറിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഫ്രണ്ട് ഡോറും അത് കണക്കിന് ബാക്ക് ഡോറും വലിയ ഡോറുകളാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. അത്യാവശ്യം വണ്ടിക്ക് അനുസരിച്ച്, ഇപ്പോൾ വണ്ടിക്ക് അത്യാവശ്യം നീളം കുറഞ്ഞൊരു വണ്ടിയാണ്, നമുക്ക് സിറ്റി യൂസിനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു രൂപമാണ്. അത്ര വലിയ ഭയങ്കര ഡോറൊന്നുമല്ല, ഏകദേശം 90 ഡിഗ്രിക്ക് അടുപ്പിച്ച് നമുക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ഡോറ് കമ്പനി നൽകിയേക്കുന്നത്. മുൻഭാഗത്തെ ഡോറിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് വെച്ചാൽ ഈ ഒരു രീതിയിലാണ്. ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. കയറി ഇറങ്ങുന്ന കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇരുന്ന് തിരിഞ്ഞ് കയറാൻ പറ്റത്തില്ല. ഇത് കണക്ക് സുഖകരമായ രീതിയിൽ നമുക്ക് കയറാൻ കഴിയും. അത്യാവശ്യം
അത്യാവശ്യം നല്ല സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത്. അത് കണക്ക് വെന്റിലേറ്റഡ് സീറ്റാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിരി ദീർഘദൂര യാത്രയൊക്കെ പോകാൻ നേരത്ത് ശാരീരികമായിട്ട് വലിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ ഈ ഒരു വാഹനം നമുക്ക് ഇത്തിരി ദീർഘദൂര യാത്ര ഒറ്റയടിക്കിരുന്ന് ഓട്ടിക്കണമെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗമാണെങ്കിലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കുത്തി നിറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വിൻഡ് ഷീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് മെയിൻ ഗ്ലാസ് അതും ചെറിയ ഒരു പോർഷനാണ് വരുന്നത്. പക്ഷേ നമുക്ക് അധികമായിട്ട് അങ്ങനെ കാഴ്ചകൾ മറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഡോർ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പം ഗ്ലാസ് ഏരിയ ഒരല്പം കുറവാണ്. പക്ഷേ നമുക്ക് അത് വലിയ രീതിയിൽ അത്ര കണ്ട് അതങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ്. ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിക്ക് അനുസരിച്ച് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഈ ഒരു വാഹനത്തിൽ കഴിയും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം മാന്യമായ മൈലേജ് ഉള്ള ഒരു കുഴപ്പമില്ലാത്ത ഒരു ടോർക്ക് കൺവേർട്ട് വരുന്നൊരു വാഹനം, ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും സോണറ്റ്. സീറ്റിംഗ് പൊസിഷനിൽ ഒരു 90% നമുക്ക് കംഫർട്ടും അത് കണക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റും ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ലെഗ് റൂമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സീറ്റ് മാക്സിമം ഉയർത്തി വെച്ചേക്കുന്നതുകൊണ്ടാണ് അപ്പം മാന്യമായൊരു ഹെഡ് റൂമും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സീറ്റ് ഇത്തിരി ഇതാണ് എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പം എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കണക്ക് തന്നെ നല്ല ഒരു രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. നമ്മൾ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക്. ഒരുപാട് ശ്വാസം മുട്ടിയിരിക്കുന്ന ഒരു ഫീലിംഗ് ഒന്നും ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം മാന്യമായ ഒരു സീറ്റിംഗ് പൊസിഷനും നല്ല രീതിയിലുള്ളൊരു കംഫർട്ടും ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇനി പിൻഭാഗത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം 3 പേർക്ക് സുഖകരമായ രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു പിൻറോ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അത് കണക്ക് തന്നെ ഈ ഒരു ഡോറിൻ്റെ കാര്യത്തിൽ വീതി കുറവും പൊക്കം കൂടുതലും എന്നുള്ള സെറ്റപ്പിലാണ് ഈ ഒരു ഡോർ വരുന്നത്. പിൻഭാഗത്തോട്ട് വന്ന് ഡോർ അടച്ചിരിക്കുകയാണെങ്കിൽ ഒരിത്തിരി, അതായത് നമുക്ക് ഒരു കുടിസ് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യും പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക്. അതേസമയം സീറ്റിംഗ് പൊസിഷനിലും കാര്യങ്ങളോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെഡ് റൂമും മാന്യമായൊരു ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് എൻ്റെ ഒരു പൊസിഷനിൽ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ കണക്ക് പൊക്കമുള്ള ഒരാളാണ് എൻ്റെ പിറകിലിരിക്കുന്നതെങ്കിൽ ചെറിയ രീതിയിൽ മുട്ട് കെട്ടും. അത്ര കണ്ട് ഭയങ്കര ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല. തീർച്ചയായിട്ടും 2 പേർക്ക് വളരെ സുഖകരമായ രീതിയിൽ 3 പേർക്ക് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തും ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു വാഹനത്തിൽ 3 പേരുണ്ടെങ്കിൽ നടുക്കിരിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും സെൻട്രൽ ടണൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരിത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം എന്ന് വെച്ചാൽ സെൻട്രൽ ടണലിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇത് കണക്ക് മുട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതല്ല കൊച്ചുകുട്ടികളുമാണ് സെൻറ്ററിൽ ഇരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് കണക്ക് തന്നെ AC വെന്റിലേറ്ററുകൾ ഇവിടെ 2 സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും നൽകിയേക്കുന്നു. ഇനിയിപ്പം ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കാം. ഡിക്കി സ്പേസിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിക്കി സ്പേസ് വരുന്നത്. ഒരു 5 അംഗം അടങ്ങുന്ന ഒരു കുടുംബമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വാഹനമാണ് കിയ സോണറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വാഹനം. നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വാഹനം വേണം, അതും പവർഫുള്ളായിട്ടൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അത്യാവശ്യം നിങ്ങൾ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ഫാമിലി കാർ എന്നുള്ള കൺസെപ്റ്റിൽ ഒരു ടോർക്ക് കൺവേർട്ട് ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന, ഡീസൽ വാഹനമാണ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഒരു കുഞ്ഞു വലിയ വാഹനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു വാഹനമാണ് കിയ സോണറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു വാഹനത്തിന് ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 5 അംഗ കുടുംബത്തിന് ഒരു ദൂരയാത്ര പോവുകയാണെങ്കിൽ അവർ അത്യാവശ്യമുള്ള ലഗേജുകളെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിക്കി സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അപ്പോൾ കിയ സോണറ്റിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ, അതായത് ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ നമുക്കൊരു 80 മാർക്ക് ഈ ഒരു വാഹനത്തിന് കണ്ണുടച്ച് നൽകാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ചെറിയ സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനം. അതായത് നമ്മൾ കട്ടിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ഒരു തെറുപ്പ് പോലെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ സെൽട്ടോസിൻ്റെ കാര്യത്തിലാണെങ്കിലും സോണറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് നിർബന്ധമായിട്ട് സംഭവിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹൈവേകളിലുള്ള ഒരു ഡ്രൈവിംഗ് കംഫർട്ടും അതുകൊണ്ട് അങ്ങനെ കോർണറിങ്ങോ അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് വെട്ടിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ബോഡി റോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു സ്റ്റിഫ്നെസ് നമ്മളെ സഹായിക്കും, ഈ വാഹനത്തിനെ സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്റ്റിഫ്നെസ് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും.
കട്ടലും മറ്റും വീഴുമ്പം ചെറിയ തെറുപ്പും അനുഭവപ്പെടും എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു 215 60-16 സൈസ് വരുന്ന ഒരു ടയറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതായത് ഇതിൻ്റെ അലോയ് വീൽ വരുന്നത് 16 സൈസാണ്. ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് വെച്ചാൽ ABS ടൈപ്പ് ബ്രേക്കാണ്. ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണിത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഇപ്പോൾ മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത് വന്നിട്ട് ഒരു വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ സാധാ രീതിയിലുള്ള ഒരു ടിപ്പിക്കൽ സസ്പെൻഷനാണ് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ലോവർ ആം ആയിക്കോട്ടെ, ടയറോഡിൻ്റെ ആയിക്കോട്ടെ, സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നമ്മുടെ ഹുണ്ടായി കിയ വാഹനങ്ങൾക്ക് മറ്റ് വാഹനങ്ങൾക്ക് സമാനമായിട്ടുള്ള, അതായത് ടിറ്റോ അത് തന്നെയാണ് എന്നുള്ളതല്ല, എന്നാൽ സമാനമായിട്ടുള്ള ഭാഗങ്ങളാണ് അല്ലെങ്കിൽ പാർട്സുകളാണ് വരുന്നത്. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും സെയിം ടയർ സൈസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 215 60 16, അതായത് 16 ഇതിൻ്റെ അലോയ് സൈസ് വരുന്നത്. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നത്, ഒരു സാധാ രീതിയിലുള്ള ഡിസ്ക് ബ്രേക്കാണ് പിൻഭാഗത്ത് വരുന്നത്. ഇതിൻ്റെ പിൻഭാഗത്തെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഒരു ട്വിസ്റ്റ് ബീം അല്ലെങ്കിൽ ഡെഡ് ആക്സിൽ സെറ്റപ്പിലുള്ള ഒരു സാധാ രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ് പിൻഭാഗത്ത് വരുന്നത്. ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ സിസ്റ്റം കമ്പനി നൽകിയേക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സൈഡിലോട്ട് നമുക്ക് കിടക്കാം. എൻജിൻ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് 1493 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന 114 bhp വരുന്ന 250 Nm ടോർക്ക് വരുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഒരു CRD എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എൻജിൻ വരുന്നത് വെച്ചാൽ ഈ ഒരു എൻജിൻ നിങ്ങൾ പലയിടത്തും കണ്ട ഒരു സെയിം എൻജിൻ തന്നെയാണ്. അതായത് നമ്മൾ ഹുണ്ടായിലൊക്കെ വരുന്ന ആ ഒരു ടിപ്പിക്കലായിട്ട് വരുന്ന ഡീസലിൻ്റെ സെയിം എൻജിൻ. ഇത് വന്നിട്ട് BS6 ടൈപ്പ് 2 വേർഷൻ വരുന്ന ഒരു എൻജിനാണ്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് നമ്മുടെ എൻജിൻ. ഈ ഒരു എൻജിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ടൈമിംഗ് ചെയിൻ വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ CRD സിസ്റ്റം വന്നേക്കുന്നത് TVS ഡെൽഫിയുടെ ഒരു സിസ്റ്റമാണ് വന്നേക്കുന്നത്. ഈ കാണുന്നത് TVS ഡെൽഫിയുടെ ഇഞ്ചക്ടറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു VGT വേരിയബിൾ ജോമെട്രിക് ടർബോ വരുന്ന ഒരു വാഹനമാണ്. നമ്മളെ വണ്ടിയുടെ ടർബോ വരുന്ന ഈ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ BS6 അതായത് DPF യൂണിറ്റ് സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് BS6 യൂണിറ്റും ഇഞ്ചക്ടറും അമോണിയ ഇഞ്ചക്ടറും ഒക്കെ വരുന്ന യൂണിറ്റ് ഭാഗങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുപോലെ നമ്മളെ വണ്ടിയുടെ ഓക്സിലറി ബാറ്ററി വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതേ കണക്ക് ഇതിൻ്റെ ECM അതായത് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കമ്പനി നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ABS കൺട്രോൾ യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ ഇത്രയും നാളും കണ്ട് വന്ന് പരിചയപ്പെട്ട അതേ സമാനമായിട്ടുള്ള ഒരു എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. നമ്മളൊരു വാഹനത്തിൻ്റെ CRD സിസ്റ്റത്തിൻ്റെ ഹൈ പ്രഷർ പമ്പ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കോമൺ റെയിൽ, അതായത് ഈ ഒരു CRD സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോമൺ റെയിൽ. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സാണ് നിങ്ങളിതാ ഈ കാണുന്നത് 4 എണ്ണം, 1 2 3 4. നമ്മളിപ്പോൾ ഇതിൻ്റെ സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള സർവീസ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഡെൽഫിയുടെ ഒരു ഇഞ്ചക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഡീസലിൻ്റെ കാര്യത്തിലും നമ്മൾ കൃത്യത പാലിക്കണം എന്നുള്ളതാണ്. കൃത്യസമയത്ത് ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറുക, കറക്റ്റ് ഡീസൽ വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം കൃത്യമായിട്ട് എല്ലാ 30,000 കിലോമീറ്ററിലും EGR ഇൻ്റർകൂളർ മാപ്പ് സെൻസർ ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ലൈഫ് കൂടുതൽ ലഭിക്കുന്നതിനും അത് കണക്ക് തന്നെ പെർഫോമൻസ് അത് കണക്ക് നിലനിർത്താനും തീർച്ചയായിട്ടും സഹായിക്കും. ഈ ഒരു വാഹനത്തിൽ വരുന്നത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യം നമുക്കിതിൽ ഉറപ്പായിട്ട് പറയാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം എടുത്തൊരു പുതിയ വാഹനമാണ്. ആദ്യത്തെ ഒരു 5-6 വർഷമോ അല്ലെങ്കിൽ ഒരു 60,000-70,000 കിലോമീറ്റർ വരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ഒരു എഞ്ചിൻ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളും കൊണ്ട് നടന്നിരുന്ന സർവീസിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു എഞ്ചിൻ്റെ ലൈഫ് നിലനിൽക്കുന്നത്. പൊതുവേ ഈ ടൈപ്പ് എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലായിടത്തും നമ്മൾ പറയുന്ന കാര്യമാണ്. ഇതിപ്പം ഇതിൻ്റെ സർവീസൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് കൊണ്ടുപോയി സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള ഗ്രേഡിൽ വരുന്ന എഞ്ചിൻ ഓയിലും കാര്യങ്ങളും ഉപയോഗിക്കണം എന്നുള്ളതും അതുകണക്ക് തന്നെ ആവശ്യമില്ലാത്ത അഡിക്റ്റീവ്സ് ഒന്നും ഇത്തരം എഞ്ചിനുകളിൽ ഉപയോഗിക്കില്ലും എന്നുള്ളതും. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഓയിൽ ഹോളുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഓയിൽ ഹോളുകളാണ് വരുന്നത്. ഇതിൻ്റെ ഫിംഗേഴ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ പ്രഷറിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഓയിൽ ഹോളൊക്കെ ചെറുതായിട്ടാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ഹോൾ വളരെ ചെറുതാണ്. നമ്മൾ കൃത്യമായിട്ട് ഓയിൽ സർവീസും കാര്യങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്ലഡ്ജ് ഫോമോ വല്ലതും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായാൽ ഈ ഹോൾ അടയാനും അതുവഴി ഹെഡൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഈ പറയുന്നതൊക്കെ പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നുള്ളതല്ല, കുറച്ച് നാൾ വണ്ടി ഓടിക്കഴിഞ്ഞൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയാണ്. 250 Nm ടോർക്കും 114 bhpയും അത്യാവശ്യം ഈ ഒരു വാഹനത്തിനെ കുതിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എൻജിൻ പവറാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയത്. ജസ്റ്റ് ഞാൻ ഈ വണ്ടിയുടെ അടുത്തോട്ട് പോകാൻ നേരത്ത് ശ്രദ്ധിച്ചാൽ മതി.
ഇതിൻ്റെ സൈഡ് ഗ്ലാസ്സുകൾ തന്നെ ഇതാ ഇതുപോലെ തുറന്നു വരും. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സൈലൻ്റ് ആണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഇരപ്പോ ബഹളോ ഒന്നും തന്നെ കേൾക്കാനില്ല. വണ്ടി ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പെട്രോൾ വണ്ടിക്ക് സമാനമായ ഒരു ശബ്ദം മാത്രമേ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അത്ര കണ്ട് ഭയങ്കര ശബ്ദമോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൻ്റെ എൻജിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡി മോഡിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ കാണുന്നത് നമ്മളുടെ ഡ്രൈവർ സീറ്റിൻ്റെ ഒരു വെൻറ്റിലേഷൻ, അതായത് സീറ്റ് വെൻറ്റിലേഷൻ്റെ ഒരു മോഡാണ്. എത്രത്തോളം എന്താ രസമുണ്ടെന്ന് അറിയുക. കാറ്റ് നമ്മളെ ശരീരത്തിലോട്ട് തുളഞ്ഞ് കയറുന്നൊരു രസം ഒരു പ്രത്യേകതയാണ്. ഇത് കോ ഡ്രൈവർ സീറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ട് ക്ലസ്റ്ററിലോട്ട് കാണിച്ചു ഇത് കണക്ക് ഓരോ മോഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. സ്നോ, മഡ്, സാൻഡ്. അത് കണക്ക് തന്നെ നമുക്ക് ഡ്രൈവ് മോഡും സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഡ്രൈവ് മോഡ് വരുന്നത് വെച്ചാൽ നോർമൽ, ഈക്കോ, സ്പോർട്ട്. ഇപ്പം ഈ ഒരു വിൻഡ് ഷീൽഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ വിൻഡ് ഷീൽഡാണ്, പക്ഷേ നമുക്ക് കാഴ്ചയെ മറയ്ക്കാത്ത രീതിയിലാണ് വിൻഡ് ഷീൽഡ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പില്ലർ ഇതണക്കുള്ള കർവ് വരുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ നമ്മളുടെ കാഴ്ചയെ മറയ്ക്കുന്നില്ല എന്നുള്ളതാണ് നല്ല ഗുണമുള്ളൊരു കാര്യമാണ്. കാര്യം ഇവിടെ വളരെ വണ്ണം കുറവ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറിയ പോർഷനിലുള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ട് മാത്രമേ വരൂ. അപ്പോൾ എനിക്ക് ഈ ഒരു സോണറ്റിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. അതായത് നിങ്ങൾക്കൊരു ഡീസൽ വാഹനം ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ അത്യാവശ്യം ഒരു സബ് കോമ്പാക്റ്റ് ഒരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന ചിലവിൻ്റെ കാര്യത്തിൽ, അതായത് സർവീസിൻ്റെ കാര്യത്തിൽ അത്ര കണ്ട് ഭീകരമായ രീതിയിൽ വരാത്ത ഒരു വാഹനം എന്ന് തീർച്ചയായിട്ടും ഈ ഒരു സോണറ്റിനെ പറയാം. ഇപ്പം മാരുതിക്കും അത് കണക്ക് തന്നെ വേണമെങ്കിൽ ഫോക്സ് വാഗനൊക്കെ ഇടയിലാണ് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത്, എന്തെങ്കിലും സർവീസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും നിങ്ങൾക്ക് ഫാമിലി യൂസിനായിട്ട് അത്യാവശ്യം നല്ലൊരു ടോർക്ക് കൺവേർട്ട് വരുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു ഡീസൽ വാഹനമാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 1.5 വാഹനം ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.